അത്യുന്നതനായ ദൈവമേ, അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അവിടുന്ന് തന്നിരിക്കുന്നു. ലോകത്തിന്റെ നിയമമുണ്ട്, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ ഭൂമിയിലുണ്ട്, അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യവസ്ഥയും ഈ ഭൂമിയിലുണ്ട്. അവനും ശക്തനാണ്. ദൈവമേ, അവനെ പിൻചെല്ലുന്ന അവൻ പറയുന്നു, ഞാൻ സകല ലോകത്തിന്റെ പിന്നാലെയാണ് എന്നും അത് കാണാൻ നമുക്ക് ഏറെക്കുറെ സാധിക്കുന്നു. പക്ഷേ അങ്ങയുടെ രാജ്യത്തിലേക്ക്, അങ്ങയിലേക്ക് തിരിച്ചു വരുവാനും യർമ്മിയായുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ 31:34 പറയുന്ന പോലെ യഹോവയെ അറിയുക എന്നൊരു കൂട്ടുകാരനോടും ഒരു സഹോദരനോടും പറയേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഈ കാലയളവിൽ സംശയക്കാർക്കും ദുഷ്ടന്മാർക്കും സ്വനീതിക്കാർക്കും തിരിച്ചു വരുവാൻ തക്കവണ്ണവും മാംസമന്ത്രപ്പെടുവാൻ തക്കവണ്ണവും അവരുടെ ഹൃദയത്തെ തുറക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവർ വഴിയായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ ഇഷ്ടഭക്തം എന്നും ഞങ്ങളുടെ രക്ഷകനുമായ വിശ്വസിച്ച നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവണേ. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകൾ, ദൈവരാജ്യ പ്രജകൾ, മനുഷ്യൻ അവരെ വിളിക്കുന്നത് മനുഷ്യ ദൈവങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വ്യവസ്ഥയെ അനുസരിക്കുന്ന ആളുകളെ ദൈവത്തിന്റെ മക്കൾ, അവരെ ദൈവത്തിന്റെ പ്രസാദം ചെയ്യുന്നു, വചനം പഠിച്ച് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഈ വെബ്സൈറ്റിൽ കൂടെ ഒരു വേർതിരിക്കലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. ആ വേർതിരിക്കലിൽ രക്ഷപ്പെടുന്നവർക്ക് മുഴുവനും ഈ പരിജ്ഞാനം ഈ വെബ്സൈറ്റ് വഴിയായിട്ട് കൊടുക്കുവാൻ തക്കോളം അവിടുന്ന് നിയോഗിച്ചു. അങ്ങയുടെ ദാസനായി എന്നെ ഉപയോഗിക്കുന്ന അങ്ങയുടെ കൃപയോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ അവസരത്തിൽ അങ്ങയുടെ ജനങ്ങളെല്ലാം മാറത്ത് വിളിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലയളവിൽ അങ്ങ് പറയുന്നു, നിങ്ങൾ ഒരു കൊടി നാട്ടുവിൻ, അതുപോലെ തന്നെ പെരുവഴി വെട്ടുവിൻ, കല്ല് പൊക്കിക്കളയുവിൻ. ഇതെല്ലാം തന്റെ ജനങ്ങളെ, ഭൂമിയിലെ തന്റെ ജനങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ജോലിയാണ്. അത്യാവശ്യം ദൂതന്മാരെ അവിടുന്ന് ഭൂമിയിലേക്ക് അയക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജനരാശിയെ രക്ഷിക്കാൻ തക്കവണ്ണം വളരെയധികം സഹായിക്കണമേ. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമുള്ള കാലയളവാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ പൊത്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിലേക്ക് പിള്ളേർ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിന്റെ പവർ അവരിലുണ്ട്. ഒരു സെല്ലാർ ഫോൺ, കമ്പ്യൂട്ടറുള്ള ഒരു സെല്ലാർ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് മതി. ലോകത്തിൽ അവരും ഈ ലോകത്തിന്റെ ദൈവം എന്ന് അവർ അവകാശപ്പെടുന്നു. അങ്ങനെ അവിടെ വളർന്നു വന്നാൽ മാതാപിതാക്കന്മാർക്കോ മറ്റാർക്കോ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഈ കാലയളവാണിത്. അതുകൊണ്ട് ദൈവമേ, അങ്ങ് എല്ലാ കുഞ്ഞുങ്ങള് വളരെ നിസ്സാരമാണ്. ഈയിടെയാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ പൈശാചിക നന്മയ്ക്കും ഒതുകും, തിന്മയ്ക്കും ഒതുകും. തിന്മയ്ക്കാണ് ആളുകൾ അധികം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെയും സകല മനുഷ്യരെയും രക്ഷിക്കണമേ എന്ന് അങ്ങോട്ട് വീണ്ടും യാചിക്കുന്നു. ഇനി ഒരു സംഗതി പ്രത്യേകിച്ച് പറയാനുള്ളത്, യേശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം, ഹോശയ്യ 1-ാം അധ്യായം 9-ാം വാക്യം, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനം കടൽപ്പുറത്തെ മണൽത്തരി പോലെയാണെങ്കിലും അവർ ഇസ്രായേൽ ജനം അല്ല എന്ന് പറയുന്ന ഉടനെ തന്നെ ദൈവം അവിടുന്ന് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്ന് അർത്ഥമാക്കുന്നു. അവർക്ക് അറിയാതെ കൊണ്ട് അവരെ ഈ മനുഷ്യദൈവങ്ങളായിട്ട് മാറി ഈ ലോകത്തിന്റെ എല്ലാ പിശാചിന്റെ വ്യവസ്ഥയും കീഴിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനെ മറിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ദൈവം വീണ്ടും എന്റെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവരോട് വീണ്ടും ക്ഷമിക്കുകയും അവരെ ശിക്ഷിക്കാതെ
ഇസ്രായേലിനെ അവസാനം അവിടുന്ന് രക്ഷിക്കും, അവസാനത്തെ തുള്ളി വരെ ഉള്ള ഒരു ജനം വരെ അവിടുന്ന് രക്ഷിക്കും എന്നുള്ള അങ്ങയുടെ പഠനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് തന്റെ ജനങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നും അറിയുന്നു. അതില് മത്തായിയുടെ സുവിശേഷം 24:45 പറയുന്നു, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അങ്ങനെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നു, എന്റെ സാക്ഷികളെ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കുള്ള ഓഹരി ഞാൻ തരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ പല വിധത്തിലും അവിടുത്തെ ജനങ്ങളെ, അവരുടെ ഇഷ്ടം ചെയ്ത ജനങ്ങളെ അവിടുത്തെ പല വിധത്തിലുള്ള പ്രൊമോഷൻ കൊടുക്കുകയും, അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എനിക്കും കുറെ പ്രൊമോഷനൊക്കെ തന്നു എനിക്ക് തോന്നിയിരിക്കുന്നു. ഏത് ദുഷ്ടനോട് പോലും പോയി പറ, ഞാൻ പറഞ്ഞെന്ന് പറ. ആ അതോറിറ്റി, അങ്ങനെ പേടിയില്ലാത്തൊരവസ്ഥ എനിക്ക് നൽകുകയും, അത് മോശയോട് പറഞ്ഞതുപോലെയും യോശുവയോട് പറഞ്ഞതുപോലെയും, യോശുവ നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഉറപ്പും ധൈര്യം ഉള്ളവരായിരിക്കുക എന്ന് പല പ്രാവശ്യവും പറഞ്ഞ ആ വചനങ്ങൾ അങ്ങയുടെ ജനങ്ങൾക്ക് അങ്ങ് ആഹ്വാനം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഈ യേശു വരുന്നതിന് മുമ്പായിട്ട് 2 തെസ്സലോനിക്ക 1:7-8 പറയുന്നത് ഇങ്ങനെയാണ്. യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് കാഹളനാദത്തിങ്കൽ വരുമ്പോൾ ദൈവത്തെ അറിയാത്തവരും യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും നിത്യനാശം. അതുപോലെ തന്നെ അങ്ങയുടെ നാമനിമിത്തവും യേശുവിന്റെ വചനങ്ങളെ മനസ്സിലാകാത്ത ആളുകൾക്കും ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ മരിച്ചുപോയി, അവർ കഷ്ടതകളിലും പ്രയാസത്തിലും മരിച്ചുപോയി അങ്ങയുടെ നാമനിമിത്തം. അവർക്ക് പ്രതികാരം കൊടുക്കേണ്ടത് അങ്ങയുടെ നീതിയല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ നീതി നടത്തുന്നതിന് മുമ്പായിട്ട് ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും വേർതിരിക്കുന്ന ഈ കാലയളവിൽ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13:49 പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നു, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇങ്ങനെ ഒരു കാലയളവ് നോഹയുടെ കാലത്ത് അവിടുന്ന് നോഹയോടൊപ്പം നടന്ന 120 സംവത്സരം പ്രസംഗിച്ചു. അതിന്റെ അസവ്യാപ്തി എന്തായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഒരുത്തരും നശിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് അവിടുന്ന് തന്നെ നേരിട്ട് നോഹയോടൊപ്പം നടന്നത്. അതുപോലെ തന്നെ ഈ പ്രവചനങ്ങൾ പലതും രക്ഷപ്പെടാത്തക്കൊണ്ടുള്ള പല പ്രവാചകന്മാരെ വിടുകയും യേശു യാഗമായി തീരുകയും ഒക്കെ ചെയ്തെങ്കിലും ഈ വെബ്സൈറ്റ് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി കർത്താവിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുക എന്നുള്ള ഈ പരിജ്ഞാന നിവൃത്തിയാണ്. ഈ പരിജ്ഞാനത്തിൽ പങ്കുവഹിക്കുന്ന ഭാഗ്യവാബ അവർക്ക് പുതിയ പേരുകൾ കൊടുക്കും എന്ന് യേശയ്യായുടെ സുവിശേഷം 52 പറയുന്നുണ്ട്. അവർക്ക് പുതിയ പേരുകൾ കൊടുക്കും, അവർക്ക് രാജമുടികൾ കൊടുക്കും. കാരണം ദൈവത്തിൽ അന്യപ്പെട്ടേച്ചും ദൂതവൃത്തൻ പുറപ്പെട്ടു പോയി അവരുടെ അവകാശം മേടിച്ചിട്ട് പോയതുപോലെ പിശാചിന്റെ കെണിയിൽ പോയി ആളുകൾ തിരിച്ചു വരുമ്പോ ആ ദൂതവൃത്തന്റെ അപ്പൻ ആ മകനെ സ്വീകരിച്ചതുപോലെ അവന് ഒരു വലിയ സദ്യ ഒരുക്കിയതുപോലെ അങ്ങയുടെ അടുത്ത് തിരിച്ചു വരുന്ന ഈ അവസാന ആളുകൾ വരുന്നവർക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളും രാജമുടികളും എന്തൊക്കെയാണെന്ന് യേശയ്യായുടെ സുവിശേഷം 62 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ വെബ്സൈറ്റിൽ പ്രധാനമായിട്ട് പറയാനുള്ള അടുത്തതിലേ പറയാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാർ എന്ത് ചെയ്യണം, അവരും ഈ പിശാചിന്റെ വ്യവസ്ഥയും കീഴിൽ പലരും സംശയക്കാരായിട്ടും യഥാർത്ഥമായിട്ട് അങ്ങനെ പക്ഷം ചേരുന്ന ആളുകളിൽ ഒരു അശുദ്ധിയും പറ്റുകയില്ല. അതായത് യേശയ്യായുടെ സുവിശേഷം 35 അധ്യായത്തില് ഇങ്ങനെ പറയുന്നു, ഒരശുദ്ധനും അവിടെ കയറി വരികയില്ല,
കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ആനത്തോടെ സിയോനിലേക്ക് പ്രവേശിക്കും. അങ്ങനെ അവിടെ ഒരു വേർതിരിക്കൽ എന്ന് പറയുന്നത് അവിടെ യാതൊരു ഇതിനിടയ്ക്ക് മൂന്നാമത് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കാലയളവാണ്. അപ്പൊ ഇതില് യഹോവ തരുന്ന ദാനമാണ് അവരുടെ മക്കൾ എന്ന് അവർക്ക് അറിയാൻ പാടില്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അവർ മക്കളെ ഉൽപ്പാദിപ്പിച്ചു. അത് ദൈവത്തിന്റെ ആ ഓർഡറിൽ പെടുന്നതാണ്. സന്താനപുരുഷരായി ഭൂമി നിറയാൻ പറഞ്ഞു, അവർ നിറയ്ക്കുന്നു. പക്ഷെ പിശാചിന്റെ ഗണിയിൽ ആണോ മക്കൾ വളർന്നത്? അതിനുള്ള സാഹചര്യങ്ങൾ മുഴുവനും അവൻ അടക്കിയിട്ടുണ്ട്. കാരണം ഇനി അധികം താമസിയാതെ ഈ സുവിശേഷ ഘോഷണം ഇന്ന് പോകും എന്നുള്ളത് ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വചനം അന്വേഷിച്ചു കിടക്കും, കണ്ടുകിട്ടിയില്ല താനും. അങ്ങനെ കാലമാണ് ഇന്ന് അത് ആരംഭിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ നാമം ഒന്നും പറയാൻ പാടില്ല, ഗാഡ് എന്നേ പറയാൻ പാടുള്ളൂ. ഗാഡ് എന്ന് പറഞ്ഞാൽ പിശാചായിരിക്കും ഉത്തരം കേൾക്കുന്നത്. ഗാഡിന്റെ വ്യവസ്ഥ, പിശാചിന്റെ വ്യവസ്ഥയെ അനുസരിക്കുന്ന ആളുകള് ഗാഡ് എന്ന് പറഞ്ഞാൽ ആര് വിളിവെക്കും? പിശാചെ വിളിവെക്കുള്ളൂ. അവിടുന്ന് വിളിവെക്കണമെങ്കിൽ അവിടുത്തെ വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ആളുകൾ വിളിച്ചെങ്കിൽ മാത്രമേ അവിടുന്ന് വിളിവെക്കുള്ളൂ. അവിടുത്തെ പുത്രനെ അനുസരിക്കുന്ന ആളുകളും അങ്ങനെ അങ്ങോട്ട് പറ്റിച്ചേരുകയും പുത്രനെ അറിയുകയും പുത്രനോട് യോജിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുക്കിയിരിക്കുന്ന അതിനെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാനോ വില തീർക്കാനോ സാധിക്കാത്തൊരു അവസ്ഥയാണ് അങ്ങയുടെ രാജ്യം. അതിനുവേണ്ടിയിട്ട് ഈ ഒരുക്കുന്ന ഈ സന്നാഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം ചെറിയ അളവിൽ എനിക്ക് ഈ അന്ത്യകാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ കുഞ്ഞുങ്ങളോട് അത് മറ്റാരെ കൊണ്ട് സാധിക്കില്ല. അവരവരുടെ കുഞ്ഞുങ്ങളെ അവരവർക്ക് മാത്രമേ അവരുടെ സ്വഭാവം അറിയാവുള്ളൂ. അവരോട് ചോദിക്കണം. പിതാക്കന്മാരെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു സംഗതി, നിങ്ങളുടെ ഒരു സംഗതി ഞാൻ പറയാം. യഹോവയുടെ സങ്കീർത്തനം 62:8 പറയുന്നത് നമ്മുടെ ഹൃദയം യഹോവയായിട്ട് നിരപ്പിപ്പിൻ. അപ്പൊ നിരപ്പിക്കണം. നമ്മുടെ ഹൃദയവും അങ്ങയുടെ ഉദ്ദേശവും അങ്ങയുടെ വഴികളും എല്ലാം നമ്മൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ യഹോവയുടെ ഉദ്ദേശമായിട്ട് നിരപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സന്താനപുരുഷരുടെ ഭൂമി നിറയാൻ പറഞ്ഞ ഭാര്യമാരുടെ സ്വഭാവത്തിന് വളരെയധികം ഏതെന്നാലും അവർ യോജിച്ചു. ആ യോജിച്ച് ആണ് മക്കളുണ്ടാകുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഭാര്യമാരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചെല്ല ഉടനീളം ബൈബിൾ പറയുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും അപ്പൊ അവർ യോജിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും യോജിച്ച് മക്കളുണ്ടാകുന്നു. കൂടാതെ തന്നെ മക്കളെ യഥാർത്ഥമായ അങ്ങയുടെ വചനത്തിൽ പഠിപ്പിക്കാൻ തക്കോളം അമ്മമാര് ചെയ്യേണ്ടത്, പിതാക്കന്മാർ ചെയ്യേണ്ടത്. ഇനി ഒരു സംഗതി പ്രത്യേകിച്ച് പറയാണ്. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. എന്റെ നാമം ഭയപ്പെടുന്ന നിങ്ങൾ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും.